ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വീക്ക്ലി റിവിഷനാണ്. നമ്മൾ ഇതിൽ മുമ്പ് ഒരെണ്ണിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയിലും റിവിഷൻ ചെയ്യുന്നതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കാൻ പറ്റും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇടുന്നത്. അപ്പോൾ എല്ലാ വീക്കിലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1893 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് കോൺവാലിസ് പ്രഭു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. എപ്പോൾ? 1893 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നത്. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇത് നടപ്പിലാക്കിയിരുന്നത്. ഇതിൽ നികുതി പിരിച്ചിരുന്നത് ആരാണെന്ന് പറഞ്ഞാൽ സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഇത് ഈ വ്യവസ്ഥയിലാണ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ് സെമീന്ദാർമാർ ഉയർന്ന നിരക്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചത്. വിളവിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകരിൽ നിന്ന് നിർബന്ധമായും നികുതിയായി നൽകിയിരുന്നു. വിളവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ആ നികുതി നൽകണം. അത് വളരെ കൂടുതലുമായിരുന്നു എന്നതാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകത. 1893 1893 കോൺവാലിസ് പ്രഭുവാണ്. രണ്ടാമത്തെ ഏതാണ്? റയറ്റ് വാരി സമ്പ്രദായം. റയറ്റ് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ, ഡെക്കാൻ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ച ഭൂനികുതി സംവിധാനമാണ് റയറ്റ് വാരി എന്ന് പറയുന്നത്. സമ്പ്രദായമാണ് റയറ്റ് വാരി എന്ന് പറയുന്നത്. 1820 ദക്ഷിണേന്ത്യ, ഡെക്കാൻ പ്രദേശങ്ങളിലായിരുന്നു. ഇതിന് രൂപം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് തോമസ് റോയും അലക്സാണ്ടർ റീഡുമായിരുന്നു ഈ റയറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത്. അവരെന്ത് ചെയ്തു പറഞ്ഞാൽ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തു. അപ്പോൾ ഇതിൽ സെമീന്ദാർമാരുണ്ടായിരുന്നില്ല, നേരിട്ട് കർഷകരാണ് അതിൻ്റെ ഉടമ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് നേരിട്ട് നികുതി പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ എന്താവും? അത് അവർക്ക് തരാൻ പറ്റാതാവുമ്പോൾ അവരുടെ ഭൂമി അടക്കം അവർ പിടിച്ചെടുത്തിരുന്നു. അലക്സാണ്ടർ റീഡും തോമസ് മൺറോയുമായിരുന്നു. 1820 ദക്ഷിണേന്ത്യ, ഡെക്കാൻ പ്രദേശങ്ങളിലായിരുന്നു ഏത് വന്നിട്ടുണ്ടായിരുന്നത്? റയറ്റ് വാരി. അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം. 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലാണ് ഈ മഹൽവാരി സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ഹോൾട്ട് മാക്കൻസി ആയിരുന്നു ഈ മഹൽവാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 നികുതി സമ്പ്രദായം പറഞ്ഞു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ഡെക്കാൻ ആദ്യത്തെ നമ്മളെന്താ പറഞ്ഞത്? റയറ്റ് വാരി 1820. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് വന്നു? 1822 മഹൽവാരി വന്നു. അതിന് ശേഷം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 വന്നു. 1893 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ അവസാനം നമ്മൾ പറഞ്ഞ മഹൽവാരി ആരായിരുന്നു? ഹോൾട്ട് മാക്കൻസി ആയിരുന്നു. അടുത്ത നമുക്ക് RBI കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്കായ RBI എന്ന് പറയുന്നത്. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഹിൽട്ടൺ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ച കമ്മീഷനാണ് RBI. ഹിൽട്ടൺ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമായി രൂപീകരിച്ചതാണ് RBI എന്ന് പറയുന്നത്. 1926 ഇത്. ഈ ഹിൽട്ടൺ കമ്മീഷനെ തന്നെയാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹിൽട്ടൺ കമ്മീഷൻ വന്നത് 1926. ഹിൽട്ടൺ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എപ്പോഴാണ്? 1935 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. അതിനുവേണ്ടി വന്ന കമ്മിറ്റിയാണ് ഹിൽട്ടൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്ക് സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ സ്ഥാപിത മൂല്യം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. 5 കോടി രൂപയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം
1934 മാർച്ച് 6-നാണ്. അപ്പോൾ 35-നാണ് എന്ത് വന്നത്, റിസർവ് ബാങ്ക് വന്നത്. അത് ആക്ട് പാസ്സായ വർഷം 1934 മാർച്ച് 6-നാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇപ്പോഴത്തെ ആസ്ഥാനമാണ് മുംബൈ. മുൻപ് എവിടെയായിരുന്നു സ്ഥാപിതമായപ്പോൾ അത് കൊൽക്കത്തയിലായിരുന്നു. കേരളത്തിലുള്ള റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റിയായ RBIനെ ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റിയായ RBIനെ ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ RBI ആണ്. ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് RBIയുടെ ധനകാര്യ വർഷം എന്ന് പറയുന്നത്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് 26-ാമത്തെ സഞ്ജയ് മൽഹോത്രയാണ്. 26-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ RBIയെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഹെൽത്ത് ടൈം കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇത് വന്നത്. ഇതിൻ്റെ സ്ഥാപിത മൂല്യം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. അതിൻ്റെ ആക്ട് പാസ്സായത് 1934 മാർച്ച് 5-നാണ്. 1935-നാണ് കേന്ദ്ര ബാങ്ക് RBI സ്ഥാപിതമായത്. കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. RBIയുടെ ആസ്ഥാനം മുംബൈ ആയിരുന്നു. മുൻപ് നിലവിൽ വന്നപ്പോൾ കൊൽക്കത്തയായിരുന്നു. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്നതും കൊണ്ട് തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് RBI ആണ്. RBIയുടെ ധനകാര്യ വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ അല്ലെങ്കിൽ 26-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. നിയമത്തിൻ്റെ പിൻബലത്തോടെയല്ലാതെ ഒരു വിധത്തിലുള്ള നികുതിയും ചുമത്താനോ പിരിക്കാനോ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 265. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിയമത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു വിധത്തിലുള്ള നികുതിയും ചുമത്താനോ പിരിക്കാനോ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 265. ഇന്ത്യൻ ആദായ നികുതി വകുപ്പ് നൽകുന്ന നമ്പറാണ് പാൻ കാർഡ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന നമ്പറാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് നൽകുന്ന നമ്പറാണ് പാൻ കാർഡ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് മുഴുവൻ രൂപം. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. 1961 ഇന്ത്യൻ ഇൻകം ടാക്സ് വ്യവസ്ഥ പ്രകാരമാണ് പാൻ കാർഡ് അനുവദിച്ചത്. 1961 അപ്പോൾ ഇയർ പഠിച്ചു വെക്കുക. 1961 ഇന്ത്യൻ ഇൻകം ടാക്സ് വ്യവസ്ഥ പ്രകാരമാണ് പാൻ കാർഡ് അനുവദിച്ചത്. ഇനി കമ്പനിയുടെ അറ്റ വരുമാനത്തിൽ അഥവാ ലാഭത്തിൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് ചോദിച്ചാൽ കമ്പനിയുടെ അറ്റ വരുമാനത്തിന്മേൽ അതായത് ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഒരാളിൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാളിൽ ചുമത്തുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാവുന്നതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST എന്ന് പറയുന്നത്. GST നിലവിൽ വന്നപ്പോഴാണ് 2017 ജൂലൈ 1 മുതലാണ് GST നിലവിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. ശിലകളെ പറ്റിയുള്ള പഠനം എന്നാണ് പെട്രോളജി എന്നറിയപ്പെടുന്നത്. ശിലകളെ പറ്റിയുള്ള പഠനം പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. ശിലകൾ ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തര ശിലകൾ എന്നാണ് 3 തരം ശിലകളാണുള്ളത്. ഇത് നമ്മൾ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. വേൾഡ് ജിയോഗ്രഫിയിൽ അതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തര ശിലകൾ എന്നിങ്ങനെ 3 തരം ശിലകളാണുള്ളത്. ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ അതാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ടാവുന്ന ലാവകളും അതുപോലെ ഭൂമിയുടെ വിടവിലൂടെ മേലേക്ക് ഉയർന്നു വരുന്ന ലാവകളും ഒക്കെ എന്ത് ചെയ്യും? ഭൗമ ഉപരിതലത്തിലെത്തുമ്പോൾ അത് തണുത്തുറഞ്ഞിട്ട് എന്തായി മാറും? ശിലകളായി മാറും. തണുത്തുറഞ്ഞിട്ട് ശിലകളായി മാറുന്നതാണ് ഈ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയം അഗ്നിയിൽ നിന്നുണ്ടായത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആ
ലാവയും മാഗ്മയൊക്കെ തണുത്തുറഞ്ഞിട്ടാണ് ഈ ആഗ്നേയ ശിലകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ലാവയിൽ നിന്നാണ് ഈ ആഗ്നേയ ശിലകൾ ഉണ്ടായത്. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാഥമികം എന്ന് പറയില്ലേ, പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അപ്പോൾ പ്രാഥമിക ശിലകൾ ആഗ്നേയ ശിലകളാണ്. അപ്പോൾ പ്രാഥമിക ശിലകളാണ് ശിലകളുടെ മാതാവ് എന്നും അറിയപ്പെടുന്ന ആരാണ്? പ്രാഥമിക ശിലകളാണ്. ഈ പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ഗ്രാബോ, പെഗ്മറൈറ്റ്, അതുപോലെ ബസാൾട്ട്, ടഫ്. ഇവയൊക്കെ ഗ്രാനൈറ്റ്, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട്, ടഫ് എന്നിവയൊക്കെ പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണമാണ്. ഇതിൽ പ്രധാനമായും ചോദിക്കുക ഗ്രാനൈറ്റും ബസാൾട്ടും ടഫും ഒക്കെയാണ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ടഫൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇനി എന്താണ് അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ, അവസാദ ശിലകൾ ഊറിക്കൂടുക എന്ന അർത്ഥമുള്ള സെഡിമെൻറ്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെൻ്ററി എന്ന അവസാദം എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അവസാദ ശിലകൾ പറഞ്ഞാൽ ഈ ആഗ്നേയ ശിലകളൊക്കെ പല കാരണങ്ങളാൽ എന്താവും? അവസാദ ശിലകളൊക്കെ പൊടിഞ്ഞു പോകും. ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരദന കാരകങ്ങളുടെ പ്രവർത്തന വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടും. ഈ ശിലാകഷ്ണങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ കാറ്റോ അല്ലെങ്കിൽ പല ഇതും വഹിച്ചു കൊണ്ടുപോയി, ജലമോ അങ്ങനെയൊക്കെ വഹിച്ചു കൊണ്ടുപോയിട്ട് എന്ത് പറയും, വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടുകയും അത് തിങ്ങി ചേർന്നിട്ട് എന്തായി മാറും? ശിലകളായി രൂപപ്പെടും. ഈ ശിലകളായി രൂപപ്പെടുന്നതിനെയാണ് ദൃഢീകരണം എന്ന് വിളിക്കുന്നത്. എന്താണ് ദൃഢീകരണം എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഇതാണ് അവസാദ ശിലകൾ. അതായത് ഈ ആഗ്നേയ ശിലയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടാകുന്ന അവസാദങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാവുന്ന, അതെല്ലാം കൂടി ചേർന്നുണ്ടാവുന്നതിനാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്? ഈ അവസാദ ശിലകൾ തന്നെ 3 രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, 3 രീതിയിൽ തരംതിരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ജൈവികമായിട്ടും രാസികമായിട്ടും അല്ലെങ്കിൽ ബലകൃതമായിട്ടൊക്കെ രൂപപ്പെടുന്ന, അങ്ങനെ 3 തരത്തിലാണ് ഇതുള്ളത്. ഇതിന് ഉദാഹരണം, ഈ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും ബിറ്റുമിനസും എല്ലാം അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആഗ്നേയ ശില കഴിഞ്ഞു, അതിൽ നിന്നാണ് അവസാദ ശിലകൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ളതാണ് കായാന്തര ശിലകൾ എന്ന് പറയുന്നത്. കായാന്തര ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കാലങ്ങളായിട്ട് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് ഈ കായാന്തര ശിലകൾ എന്ന് പറയുന്നത്. ഉയർന്ന മർദ്ദവും ഊഷ്മാവും ഒക്കെ കാരണം ഇതിൽ രൂപമാറ്റം സംഭവിച്ചുണ്ടാവുന്നതാണ് ഈ കായാന്തര ശിലകൾ എന്ന് പറയുക. ഈ കായാന്തര ശിലകളെ അടരുകളുള്ള ശിലകളെന്നും അടരുകളില്ലാത്ത ശിലകളെന്നും 2 തരമായിട്ട് തിരിക്കാറുണ്ട്. ഇങ്ങനെ അടരുകളുള്ള ശിലകൾ, അടരുകളില്ലാത്ത ശിലകൾ എന്ന് പറഞ്ഞിട്ട് 2 തരമായിട്ട് തിരിക്കാറുണ്ട്. ഇതിനുദാഹരണമാണ്, കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് സ്ലേറ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ് എന്നിവ. സ്ലേറ്റ്, മാർബിൾ, ക്വാർട്സൈറ്റ് എന്നിവയെല്ലാം ഈ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ്. കായാന്തരം 2 രീതിയിലുണ്ടാവാം. ഒന്ന് സമ്പർക്ക കായാന്തരം, ഒന്ന് സമ്പർക്ക കായാന്തരവും ഒന്ന് പ്രാദേശിക കായാന്തരം. കായാന്തരവും 2 രീതിയിലുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് മലയാളത്തിൽ നിന്ന് കുറച്ച് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. ഇത് മണിപ്രവാളത്തിൽ നിന്ന് ഭിന്നമാണ്. മണിപ്രവാളത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ളതാണ് ഈ പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ പാട്ടുപ്രസ്ഥാനത്തിൽ കണ്ടു കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമചരിതമാണ്. 12ാം നൂറ്റാണ്ടിൽ ചീരാമനാണ് ഈ രാമചരിതം പാട്ടുകൃതിയുടെ കർത്താവ് എന്ന് പറയുന്നത്. ചീരാമനാണ് കേട്ടോ, ചീരാമനാണ്. കേരളത്തിലെ ചോസർ എന്നറിയപ്പെടുന്നു. അപ്പോൾ പാട്ടുപ്രസ്ഥാനം, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? പാട്ടുപ്രസ്ഥാനമാണ്. ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. 12ാം നൂറ്റാണ്ടിൽ ചീരാമനാണ് ഈ രാമചരിതം രചിച്ചത്. ചീരാമനെയാണ് കേരളത്തിലെ ചോസർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനം. ഏറ്റവും കണ്ടുകിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമായത് രാമചരിതമാണ്. അത് ആരുടെയെന്ന് ചോദിച്ചാൽ ചീരാമൻ്റെയാണ്. കേരളത്തിലെ ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമനാണ്. അടുത്തതാണ് മണിപ്രവാളം. ക്രിസ്തു വർഷം 10-11 ദശകങ്ങളിൽ തന്നെ മണിപ്രവാളത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും 13ാം ദശകത്തോടെയാണ് മണിപ്രവാള സാഹിത്യം ഭാഷാ സാഹിത്യത്തെ മൊത്തത്തെ സ്വാധീനിക്കുവാനും തുടർന്നുള്ള പുരോഗതിയെ ത്വരിതപ്പെടുത്തുവാനും തുടങ്ങിയത്. ചമ്പു, സന്ദേശകാവ്യം മുതലായവ ഇതിൽപ്പെടുന്നു. അപ്പോൾ ആദ്യം പാട്ടുപ്രസ്ഥാനം പറഞ്ഞു, അടുത്ത മണിപ്രവാളം.
മണിപ്രവാളത്തിലെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ട 10-11 ദശകങ്ങളിലാണെങ്കിലും 13-ാം ദശകത്തോടെയാണ് മണിപ്രവാള സാഹിത്യം ഭാഷാ സാഹിത്യത്തെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ തുടർന്നുള്ള പുരോഗതിയെ ത്വരിതപ്പെടുത്താനും തുടങ്ങിയത് ചമ്പു, സന്ദേശകാവ്യം മുതലായവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്തതാണ് ഗാഥാ പ്രസ്ഥാനം. ഗാഥാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ചെറുശ്ശേരിയാണ്. ആരാണ് തുടക്കം കുറിച്ചത്? ചെറുശ്ശേരിയാണ്. ഗാഥ എന്നാൽ ഗാനം എന്നാണ് അർത്ഥം. ഗാഥ എന്നാൽ ഗാനം എന്നാണ് അർത്ഥം. മഞ്ചരി വൃത്തത്തിലുള്ള ഗാനങ്ങളാണ് ഈ ഗാഥാ പ്രസ്ഥാനത്തിലുള്ളത്. മഞ്ചരി വൃത്തത്തിലുള്ള ഗാനങ്ങളാണ് എന്തുള്ളത്? ഗാഥാ പ്രസ്ഥാനത്തിലുള്ളത്. മഞ്ചരി അതിനാൽ ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നു. മഞ്ചരി അതിനാൽ എന്തറിയപ്പെടുന്നു? ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നു. അടുത്ത കിളിപ്പാട് പ്രസ്ഥാനം. കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണ്? അതിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പോൾ ഗാഥാ പ്രസ്ഥാനം ചെറുശ്ശേരി, കിളിപ്പാട് പ്രസ്ഥാനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് കൃതിയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് ഭൂപടങ്ങളെക്കുറിച്ച് നോക്കാം. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റൺ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റൺ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയപ്പെടുന്നത്. ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഭൂപടങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അളവാണ് തോത്. തോത് എന്താണെന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. വ്യത്യസ്ത വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലാക്കി ചിത്രീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. വ്യത്യസ്ത വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്ന ഓരോ വിവരം ഓരോ ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്ന പ്രത്യേക വിഷയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭൂപടങ്ങളെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് ഭൗതിക ഭൂപടങ്ങൾ. അപ്പോൾ ഭൗതിക ഭൂപടങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവ ഭൗതികമായിട്ടുള്ളത്, അങ്ങനെ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. കൃഷി, വ്യവസായം, അതിർത്തികൾ, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം. ചെറിയ തോത് ഭൂപടമാണ് വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടമൊക്കെ അതിന് ഉദാഹരണമാണ്. അതിൽ നമ്മൾ ഈ അറ്റ്ലസിലൊക്കെ പറഞ്ഞാൽ രാജ്യങ്ങളുടെ പേരും ഓഷ്യൻസിൻ്റെ പേരും ഒക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് അതിൽ കിട്ടില്ല, അല്ലെ, അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ചെറിയ തോത്, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നതിനാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളിലെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ചിത്രീകരിക്കുന്നതിനെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കണ്ടസ്ട്രൽ ഭൂപടങ്ങളും ധരാതലീയ ഭൂപടങ്ങളും. അതായത് ഒരു ചെറിയ ഏതെങ്കിലും ഒരു പ്രദേശത്തെ എടുത്ത് അവിടുത്തെ കെട്ടിടങ്ങളും അവിടെയുള്ള മനുഷ്യനിർമ്മിതമായതോ അല്ലാത്തതും കൃഷിയും മറ്റോ അങ്ങനെയുള്ള ഓരോന്ന് തരംതിരിച്ചുകൊണ്ടുള്ള ഭൂപടത്തിനെയാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. ഈ വലിയ തോത് ഭൂപടങ്ങളാണ് കണ്ടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടങ്ങളും. ഈ കണ്ടസ്ട്രൽ ഭൂപടങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കെട്ടിടങ്ങൾ, പാടങ്ങൾ, ഭൂസ്വത്തുകളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവയാണ് എന്തിൽ വരുന്നത്? കണ്ടസ്ട്രൽ ഭൂപടങ്ങളിൽ വരുന്നത്. എന്നാൽ ധരാതലീയ ഭൂപടങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ പ്രകൃതിദത്തവും വരും, അതുപോലെ മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വിശദമായ അതുപോലെ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയും. കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളും പാടങ്ങളും ഭൂസ്വത്തുകളും അതിരുകളും അതിൻ്റെ ഉടമസ്ഥാവകാശമാണ്. ധരാതലീയം പറഞ്ഞാൽ അതിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വിശദമായി അതുപോലെ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആഭിമുഖ്യത്തിൽ ദേശീയ ആസൂത്രണ സമിതിക്ക് രൂപം നൽകിയത് ഏത് വർഷമാണ്? 1938-ലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ആസൂത്രണ സമിതിക്ക് രൂപം നൽകിയത് 1938-ലാണ്. അതിൻ്റെ തലവൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1938-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയത് ആരാണ്? എം എൻ റോയ് ആണ്. പീപ്പിൾസ് പ്ലാൻ എം എൻ റോയ്.
ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയതാരാണ്? MN റോയ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് എപ്പോഴാണ്? 1950 മാർച്ച് 15-നാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് 1950 മാർച്ച് 15. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1951 to 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയ്ക്കായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അതിനറിയപ്പെടുന്നതാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ 56 മുതൽ 61 വരെയായിരുന്നു. അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് വ്യാവസായിക വികസനത്തിനായിട്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അതിനറിയപ്പെടുന്ന മഹലാനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. അത് 1969 മുതൽ 74 വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. 69 മുതൽ 74 വരെയായിരുന്നു. അതിൻ്റെ ഇടയിൽ 3 കൊല്ലം നമുക്ക് എന്താണ്ടായിരുന്നത്? പ്ലാൻ ഹോളിഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാൻ ഹോളിഡേയ്സ് ആയിരുന്നു അതിൻ്റെ ഇടയിൽ 3 കൊല്ലം ഉണ്ടായിരുന്നത്. അതെന്താണ് പറഞ്ഞാൽ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമുക്ക് ഒരു പരാജയമാണെന്ന് പറയാം. ആ സമയത്തായിരുന്നു 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും അതുപോലെ മൺസൂണിൻ്റെ പ്രതികൂലാവസ്ഥയൊക്കെ കാരണം നമുക്ക് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 3 കൊല്ലം 1966 to 69 വരെ ഒരു പ്ലാൻ ഹോളിഡേയ്സ് കൊണ്ടുവന്നു. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 3 കൊല്ലം പ്ലാൻ ഹോളിഡേയ്സ് ആയിരുന്നു. അതിന് ശേഷമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്ന് 69 മുതലാണ് 74 വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ മുഴക്കിയ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ എന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1974 മുതൽ 79 വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വാശ്രയത്വവുമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ആ സമയത്തെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ എന്നത്. ആറാം പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരുന്നു വരുന്നത്? 1980 മുതൽ 85 വരെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. 80 മുതൽ 85 വരെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താണ് പറഞ്ഞാൽ കാലാവധി പൂർത്തിയാക്കാതെ തന്നെ എന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത്. റോളിംഗ് പ്ലാനിന് ശേഷമാണ് ആറാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലും ഒരു ഗ്യാപ്പ് വരാൻ കാരണം. ഈ ആറാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഈ RLEGPയും NREPയും IRDP എന്നീ അതുപോലെ DWCR ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൂറൽ ഏരിയാസ് ഇതെല്ലാം കൊണ്ടുവന്നതും അതുപോലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതൊക്കെ ഈ ആറാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതി. ഏഴാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത് എപ്പോഴായിരുന്നു പറഞ്ഞാൽ 1985 മുതൽ 90 വരെയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി. അതിൽ തൊഴിലവസരങ്ങളുടെ വർധനവ്, ആധുനികവൽക്കരണം എന്നിവയൊക്കെയായിരുന്നു അതിലെ ലക്ഷ്യം. എട്ടാം പഞ്ചവത്സര പദ്ധതിയിൽ 1992 മുതൽ 97 വരെയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലും എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ 2 വർഷം വാർഷിക പദ്ധതികളാണ് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 to 97 മാനവശേഷി വികസനമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 1997 to 2002 വരെയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്.
ഈ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ കാർഗിൽ യുദ്ധമെല്ലാം നടന്നത്. എപ്പോഴാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ ശാക്തീകരണം, വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമവികസനവും അതുപോലെ പ്രാഥമിക ആരോഗ്യ സൗകര്യം എല്ലാം ലക്ഷ്യമിട്ടത് ഈ 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി കാലം. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 2002 മുതൽ 2007 വരെയായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ കേരള മോഡൽ. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് എന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേക ഊന്നൽ നൽകിയത് ഈ 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ തന്നെയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. സുസ്ഥിര വികസനമായിരുന്നു. 2012 മുതൽ 2017 വരെയാണ്. അതിനുശേഷം നമുക്ക് എന്ത് വന്നു? നീതി ആയോഗ്. 12ാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2012 to 2017. അത് സുസ്ഥിര വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിനുശേഷം നമുക്കറിയാലേ നീതി ആയോഗ് വന്നു. നീതി ആയോഗ് എപ്പോഴാണ്? 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് വന്നത്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്? എന്താണ്? അനധികൃതമായി കമ്പ്യൂട്ടറിൽ നിന്ന് വിവരം ശേഖരിച്ച് എന്ത് ചെയ്യുക? ആ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്യുന്നതിനാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അനധികൃതമായി ഒരാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയാം. ഇമെയിൽ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നശിപ്പിക്കുകയല്ല, ബോംബിട്ട് നശിപ്പിക്കുക എന്ന് പറയില്ല. അതുപോലെ ഒരുപാട് ഇമെയിലുകൾ ഒരു വ്യക്തിയുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഒന്നിച്ച് അയച്ചിട്ട് ആ ഇമെയിൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? തകർക്കുന്ന രീതിയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം പറഞ്ഞാൽ എന്താണ്? ടെററിസം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിന് എതിരെ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങളെയാണല്ലേ നമ്മൾ ടെററിസം എന്ന് പറയുക. ബോംബ്, അതുപോലെ ബോംബ് ബ്ലാസ്റ്റ് പോലെ. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡയും അതുപോലെ സുരക്ഷാ പരമാധികാരം ഇവയെ തകർക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ ഭീകരത സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് സൈബർ സ്പേസ് മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സൈബർ ടെററിസം എന്ന് പറയപ്പെടുന്നത്. ഫിഷിംഗ് പറഞ്ഞാൽ എന്താണ്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങളെല്ലാം തട്ടിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ലോഗിൻ പേജിലേക്ക് കയറണമെന്ന് വെച്ചോ, അതിൻ്റെ തന്നെ എന്ത് ചെയ്യും? തെറ്റായ അതേപോലെ ആ ലോഗിൻ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു തെറ്റായ ഒരു വിലാസം അവരുണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? പാസ്വേഡ് മോഷ്ടിക്കുകയും ഇതിപ്പോൾ ഓരോ വ്യക്തിയെ നമ്മൾ ഈ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന് പണങ്ങളെല്ലാം മോഷ്ടിക്കാറില്ലേ? ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് OTP എല്ലാം ചോദിച്ചിട്ടൊക്കെ, അതിനെയാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫാമിംഗ് പറഞ്ഞാൽ എന്താണ്? ഒരു വെബ്സൈറ്റ് അന്വേഷിച്ച് വരുന്നതിന് എന്ത് ചെയ്യണം? വേറൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ആ വെബ്സൈറ്റാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിൽ കയറുക. പക്ഷെ അതായിരിക്കത്തില്ല അതുണ്ടാവുക, അത് വേറെ ഏതെങ്കിലും ആയിരിക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ചില മൂവീസ് തിരഞ്ഞു പോകുമ്പോൾ ആ മൂവി കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഒന്ന് ഓട്ടിച്ച് നോക്കിയാലും അറിയാം അത് വേറെ ഏതോ മൂവി ആയിരിക്കും. ആ മൂവിയെ ആയിരിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ ഒരു വെബ്സൈറ്റ് അന്വേഷിച്ച് പോകണവരിനെ എന്തെങ്കിലും വേറൊരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വിടുന്നതിനെയാണ് ഈ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളി ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നാണ്. കഥകളി ഉണ്ടായത് ഏതിൽ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. കഥകളിയുടെ മുദ്രകളുടെ എണ്ണം 24 കഥകളിയുടെ മുദ്രകളുടെ എണ്ണം 24. കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. കഥകളിയിൽ സൽഗുണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് പച്ച. സൽഗുണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം പച്ചയാണ്. തമോ ഗുണം അതായത് ദുഷ്ടന്മാരുടെ കഥാപാത്രമാണ് കരിവേഷം എന്ന് പറയുന്നത്. മഹർഷിമാർക്കും സുന്ദരികളായ സ്ത്രീകൾ അങ്ങനെ ബ്രാഹ്മണർക്കും വേണ്ടിയുള്ളതാണ് മിനുക്ക് വേഷം എന്ന് പറയുന്നത്. അതുപോലെ 3 തരം താടിയുണ്ട്. വെള്ളത്താടി, ചുവന്ന താടി, കറുത്ത താടി എന്ന് പറയുന്നത്. ഹനുമാനാണ് വെള്ളത്താടി. ചുവന്ന താടി എന്ന് പറയുന്നത് ദുഷ്ട കഥാപാത്രങ്ങൾക്കും കറുത്ത താടി എന്ന് പറയുന്നത് കാട്ടാളന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇനി അവസാനത്തെ നമുക്ക് നോക്കാം ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ നമുക്കറിയാലോ 3ആയി തരംതിരിച്ചിരിക്കുന്നു.
ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അല്ലേ, നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നത്. അതിന് ശേഷം ഹിമാലയത്തിൽ പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിലാണ് പത്കായിബും, നാഗ കുന്നുകൾ, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകളൊക്കെ വരുന്നത്. എന്താണ്, കിഴക്കൻ മലനിരകളിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പല ഭാഗങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാത്രം തന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ റിവിഷൻ ഏതെങ്കിലും ഒരു എക്സാമിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ റിവിഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.